ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്? എനിക്കറിയില്ല സാർ അതിനെങ്ങനെ ഉത്തരം പറയാന്നുള്ളത്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിലടുത്ത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് എന്റെ മാത്രം വിധിയല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ടിട്ട് പലരുടെയും കഥ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ 2 കല്യാണം കഴിച്ചത്? സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ. ഐഷ മുഹമ്മദ് അലി അബ്ദുൾ ഡോക്ടേഴ്സാണ്. കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട് അവർക്ക്. ഈ ആയിഷ എന്ന് പറയുന്ന സ്ത്രീ 10-13 ദിവസമായിട്ട് ഭർത്താവിന്റെ വീട്ടിന്റെ മുമ്പിൽ സമരിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സമ്മതമില്ലാതെ ഇവര് ഭർത്താവ് എന്ന് പറയുന്ന പരനാറി രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ഈ ഒരു വീഡിയോയുടെ താഴെ വരാൻ പോകുന്ന മെസ്സേജ് അല്ലെങ്കിൽ കമന്റ് എന്താണെന്ന് എനിക്കറിയാം. മുസ്ലിം അല്ലേ, അവന് 4 പേരെ കല്യാണം കഴിക്കാം. ഇതാണ് വരാൻ പോകുന്ന കമന്റ്സ്. ആയിഷ എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുമ്പോൾ 100-150 പവൻ ഈ നാറിയുടെ വീട്ടുകാർക്കും നാറിക്കും കൊടുത്തിട്ടുണ്ട്. അത് അവന് തിരിച്ചു കൊടുക്കാൻ മേല. അവർക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നീ എന്താ ഉണ്ടാക്കാനാന്ന് അറിയ രണ്ടാമത് കല്യാണം കഴിച്ചേ? ആദ്യത്തെ കല്യാണത്തിലെ കൊച്ചിനെ നോക്കാൻ പറ്റത്തില്ല, ഭാര്യനെ നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 5 വർഷമായിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടാ ജീവിക്കുന്നത്. ഇവന്റെ കയ്യിലിരിപ്പോണ്ടായിരിക്കും. എന്നിട്ട് ഇപ്പൊ അത് ഇവർക്ക് ഡിവോഴ്സ് പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ ഇവരുടെ ഒരു മതപ്രകാരം ഉള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ അവൻ പോയിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചേക്കുന്നു. നീ 2, 3, 4 എത്ര വേണേലും കെട്ട്. ഈ ആദ്യ ഭാര്യ വരുമ്പോ കൊണ്ടുവന്ന 100-150 പവന്റെ സ്വർണവും ആ കൊച്ചിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്ക്. എന്നിട്ട് നീ എന്ത് കോപ്പ് വേണേലും ചെയ്, ഡിവോഴ്സും കൂടെ കൊടുക്ക്. കഴിഞ്ഞാലോ നിന്റെ പ്രശ്നം? ഇവന് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണമൊക്കെ ഇപ്പൊ തിരിച്ചു കൊടുക്കണല്ലോ. ഇപ്പൊ പിന്നെ സ്വർണത്തിന് ഭയങ്കര റേറ്റാ. അപ്പൊ പിന്നെ ഇത്രയും പവൻ സ്വർണ്ണം തിരിച്ചു കൊടുക്കണമെങ്കില് കുടുംബം വെക്കേണ്ടി വരുമായിരിക്കും. പാലക്കാട് താലൂക്കില് എടക്കഴി ഒരു മഹല്ല് നിവാസിയാണ്. ഇതേ മഹലിൽ തന്നെയുള്ള അബ്ദുൽ ലത്തീഫ് ഹാജി എന്നവരുടെ മകൻ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ് ആണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ അവരുടെ വീട്ടിനകത്തൊന്നും പുറത്താക്കുക, അതേപോലെ ഈ സമയത്തിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് എടുക്കാതെയും മുത്തലാഖോ അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യാതെ ഈ ബന്ധം നിലനിൽക്കെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഇപ്പം അത് കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ എനിക്കിപ്പം ഭർത്താവിന്റെ വീടിനകത്ത് കയറാൻ പറ്റാത്തതിന്റെ സാഹചര്യത്തില് ഞാനിപ്പോ കോടതിയിൽ നിന്നും ഒരു ഓർഡർ എടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ വീട് പൂട്ടുകയും അതേപോലെ വെള്ളം കറണ്ടൊക്കെ കട്ടാക്കി പുറത്തേക്ക് പോവുകയും ചെയ്തതിന്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോ സമരത്തിലാണ് ഇവിടെ. കോടതിന്ന് ഉത്തരവ് മേടിച്ച് വന്നിട്ടാണ് ഇമാതിരി തെണ്ടിത്തരം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടുത്തെ നിയമം പോലീസും ഒക്കെ എന്തോ കിടന്ന് ഉറങ്ങുവന്നോ? ഈ 10-12 ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു നടപടി എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ നാറിയെ പിടിച്ച് ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉറങ്ങുവാണോ അവിടെ ഇരുന്നിട്ട്? അതോ ഡോക്ടറല്ലേ, അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ വിട്ടതാണോ? ഈ പിടിപാടൊക്കെ വെച്ചിട്ട് അത് എന്തെല്ലാം ആവട്ടെ, നിങ്ങൾ വന്ന് ചോദ്യം ചെയ്യണ്ട എന്ന് വല്ലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ല, കോടതിന്ന് ഉത്തരവ് വന്നിട്ട് പോലും ഓരോ ആക്ഷനും എടുക്കാൻ പറ്റുന്നില്ല. ഇത്രയും ദിവസം ഇവര് സമരം ഇരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. കഴിഞ്ഞിട്ട് ഇപ്പൊ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും ഒരു കുട്ടിയുള്ള ഒരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെ കടന്ന് കൊറോണ കാലത്ത് എന്നെ അവിടെ വീട്ടില് മംഗലാപുരം ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിൽ തന്നെ കൂട്ടിയിടുകയും അത് പ്രകാരം മംഗലാപുരം പോലീസിന്റെ സഹായത്തോടൊക്കെ കൂടെയാണ് ഞാനിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ ടോർച്ചറിങ് ആയിരുന്നു. അവര് രാത്രി വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ഇതുപോലെ രാവിലെ ഇവിടെ നിന്നും ആ കൊറോണയിലെ ലോക്ക്ഡൌണിന്റെ കാലത്തിൽ ബോർഡർ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എന്റെ മേൽ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണം കുറവെന്ന് പറഞ്ഞാൽ എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചുവിട്ടത്? സാർ 100 പവൻ സ്വർണ്ണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായത്. 2013. അതെ, 2013 100 പവൻ സ്വർണം കൊടുത്തിട്ടാണ് ആ സ്ത്രീയെ ഈ നാറി കെട്ടിയത്. എന്നിട്ട് അവന് സാമ്പത്തികം പോരാ, സ്വർണം പോരാ. നീ ബാപ്പേനോട് ചോദിച്ചിട്ടാണോ, അല്ലെങ്കിൽ ബാപ്പയ്ക്ക് വേണ്ടിട്ടാണോ അവിടെ നാറി കല്യാണം കഴിച്ചത്?
ബാപ്പയ്ക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മോനെ വേണ്ട. പക്ഷെ അവളുടെ സ്വർണവും സ്വത്തൊക്കെ മേടിച്ച് കൈ വെക്കാം കുടുംബത്തിന് മൊത്തത്തിൽ. നാട്ടലില്ലാത്തവൻ. പണിയെടുക്കടാ പോയിട്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വത്തും മറ്റും കണ്ട് അതില് കണ്ണും മഞ്ഞളിച്ചിരിക്കാതെ പോയിരുന്ന് പണിയെടുത്ത് തിന്നടാ നാറികളെ. സൗന്ദര്യം ഇല്ല, 100 പവൻ പോരാ. 100 പവൻ പോരെങ്കിലേ പണിയെടുത്ത് ഉണ്ടാക്കി അങ്ങ് തിന്നണം. അല്ലാണ്ട് വേറൊരു വീട്ടില് അവിടുത്തെ അച്ഛനമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി മോൾക്ക് കൊടുത്ത സാധനം എടുത്തിട്ട് പുട്ടും അടിച്ചിട്ട് നടക്കുവല്ല വേണ്ടത്. ആണാണെന്ന് പറഞ്ഞ് നടക്കുവാ ഇങ്ങനെ കുറെ എണ്ണം. 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രോപ്പർ ഫംഗ്ഷൻ ആയിട്ട് ഒരു 100 പവൻ സ്വർണ്ണം, അതുപോലെ പല തവണകളായിട്ട് കുറച്ച് കാശും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. ഇപ്പൊ അതൊന്നും തിരികെ തരാതെ മകളുടെ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാണ്ട് നാളിതുവരെ ഒരു രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. മോളെ ഞാൻ സ്വന്തമാണ് വളർത്തുന്നത്. അപ്പൊ ഇതൊക്കെ തരാതെയാണ് ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്ക് വേറെ കല്യാണം കഴിച്ചിട്ട് ഇപ്പം ജീവിതമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആനക്കുഴിക്കര മാണിയമ്പലം എന്ന് പറഞ്ഞിട്ട് പൂവാറ്റുപറമ്പാന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെയുള്ള ഒരു മഹലാണ് അവരുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. ഈ കല്യാണം നടത്തുമ്പോൾ ഈ മഹല്ല് കമ്മിറ്റി, അതായത് നിങ്ങളുടെ മഹല്ല്, അതായത് ഈ പറഞ്ഞ നിങ്ങളുടെ ഭർത്താവിന്റെ മഹല്ലിൽ നിന്നൊരു ലെറ്റർ ഇല്ലാതെ മറ്റൊരു മഹല്ലിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? സാർ, എനിക്ക് അതിനൊരു സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട്. ഇവര് എന്റെ മഹല് അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ലെറ്റർ എനിക്ക് എവിഡൻസ്, എനിക്ക് പ്രൂഫായി തന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അത് അവിടുത്തെ ഒരു പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് ജാഫർ എന്നാണ്. അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യത്തിന്മേലാണ് ഇത് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലിപ്പോ നഷ്ടക്കാരി ഞാനും എന്റെ മകളായി മാറിയിട്ടുണ്ട്. ഇദ്ദേഹം നമ്മൾ രണ്ടുപേരും ഒരു ബന്ധത്തിൽ നിൽക്കെ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റി. ഞാനും എന്റെ മകളും ഇതിനകത്ത് വിക്ടിംസ് ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് 10 ദിവസമായിട്ട് ഞാൻ ഇതിന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് സമരത്തിൽ വേണം. ആരുമില്ല നമ്മൾ കേൾക്കാൻ. ഈ മഹലിൽ പോയാൽ പറയും അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. ആ മഹലിൽ പോയാൽ പറയും നമുക്ക് കല്യാണത്തിന്റെ മുന്നേ, അതായത് അവർ രഹസ്യ സ്വഭാവത്തിൽ നടത്തിയ ഈ കല്യാണത്തിന്റെ മുന്നേ ഞാൻ ചെന്നിട്ട് പരാതി കൊടുക്കണമായിരുന്നു എന്നുള്ളത്. അപ്പൊ വളരെ വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ജനിച്ചു വളർന്ന നാടും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ വേറൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പൊ ഞാനും എന്റെ മകളും വഴിയാധാരമായിരിക്കുകയാണ്. എനിക്ക് മതപരമായിട്ട് ഒന്നും പറയാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞേനെ. സപ്പോർട്ട് കൊടുക്കാതെ ഇങ്ങനെ ഇവിടെ ഒന്നും ചെയ്യാനില്ല അവിടെ ഒന്നും ചെയ്യാനില്ല, കല്യാണത്തിന് മുമ്പ് വന്ന് പറയണമായിരുന്നു. ഒരു പെണ്ണിന്റെയും അയാൾ ഉണ്ടാക്കിയ കൊച്ചിന്റെയും ജീവിതം വെച്ചാണ് ഹേ നീയൊക്കെ കളിക്കുന്നത്. അതെനിക്കറിയില്ല സാർ. ഇപ്പം ഞാൻ പറയുന്നതിനകത്ത് ഇത്രയും സത്യം ഉണ്ടായിരിക്കെ ഇതിനകത്തുള്ള ഈ ജേർണി എന്റെ നാട്ടിലുള്ള പലർക്കും, നമ്മൾ ഒരേ നാട്ടുകാരായതുകൊണ്ട് പലർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ട് പോകുന്നതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ലോ, എന്റെ സമൂഹമല്ലേ. അത്രയ്ക്ക് പണം ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അവർ സാമ്പത്തികമായി ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്റെ ഭർത്താവിന്റെ കുടുംബം. അതായിരിക്കാം. അതല്ലെങ്കിൽ മഹല്ലടക്കം ആരും എന്താ നമ്മളുടെ കൂടെ നിൽക്കാത്തെ? അപ്പൊ എനിക്ക് ഉത്തരം തരേണ്ടത് എന്റെ സമൂഹമാണ്. പൈസ ഉള്ളവന്മാർക്ക് ആക്രാന്തം കൂടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാ വീണ്ടും ഇങ്ങോട്ട് അങ്ങോട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും മേടിച്ചും കൂടെ പോക്കറ്റിൽ വെക്കാം. അതായിരിക്കും ഡിവോഴ്സ് കൊടുക്കാതെ ഇങ്ങനെ നടത്തിക്കുന്നത്. ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മേടിച്ചതൊക്കെ തിരിച്ചു കൊടുക്കണല്ലോ. ഉത്തരം പറയാനുള്ളത്, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിനകത്ത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് എന്റെ മാത്രം വിധിയല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. സത്യം പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടിട്ട് പലരുടെയും കഥ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ പ്രശ്നമൊക്കെ അതിൽ കുറച്ചും കൂടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാനൊരു സ്ഥലമുണ്ട്, കണ്ടുപിടിക്കാനൊരു ഇപ്പൊ ജോലിയുണ്ട്, കണ്ടുപിടിക്കാൻ ഇനിയൊരു ജോലിക്ക് സാധ്യതകളുണ്ട്. ഞാൻ പലരുടെയും കഥ കേട്ടു. 4 കുട്ടികളുള്ള, ജോലിയില്ലാത്ത, സ്വർണ്ണം മുഴുവൻ ഇതുപോലെ ഭർത്താവ് ഉപയോഗിച്ചിട്ടുള്ള കഷ്ടപ്പെടുന്ന കുറെ പിള്ളേരുടെ പെൺകുട്ടികളുടെ കഥ കേട്ടു. അപ്പോ എനിക്ക് തോന്നുന്നത് എന്റെ മാത്രം വ്യക്തിയല്ല, അല്ലെങ്കിൽ ഇത് എന്റെ മാത്രം ജീവിതവുമല്ല. അതിനെതിരെയുള്ള ഫൈറ്റ് ആണ് തുടങ്ങിയത്. വ്യക്തിപരമായിട്ടാണെങ്കിലും എനിക്കിപ്പോ തോന്നുന്നു ഞാനൊക്കെ സംസാരിച്ചു, ആരെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ സ്ഥലത്തിന് വേണ്ടിയിട്ട്. ആവുമ്പോഴൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്യും. അതിനും കൂടി ഒരു ഫൈറ്റ് ആണ് ഇത്. പോലീസിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ? അത് എനിക്കറിയില്ല സർ. പോലീസിന്റെ സഹായം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പല സമയങ്ങളിലും എനിക്ക് അനുകൂലമല്ലാത്ത പ്രതികൂലമായ രീതിയിൽ പല തവണയായി ഇപ്പൊ ഞാൻ ചാവക്കാട് പോലീസിൽ നിന്നും പലതരത്തിലും അനുഭവങ്ങൾ എന്താ പറയാ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സഹായം എനിക്ക് ഇല്ല. ഇപ്പൊ മേലധികാരികൾക്ക് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ നമുക്ക് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ സർ. എന്തൊക്കെ ചെയ്യും? വീട്ടിൽ മകളുണ്ട്, സ്വന്തമായിട്ടുള്ള ഈ വക കാര്യങ്ങൾ നോക്കണം. ഈ കോടതികളിൽ, ഫാമിലി കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഉണ്ട്. ഈ കേസുകൾക്കെല്ലാം പോകണം. അപ്പൊ ലിമിറ്റേഷൻസ് ഉണ്ട്, പരാതികൾ കൊടുക്കണം. മുന്നോട്ടേക്ക് തന്നെയാണ്, ശക്തമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോകാൻ തന്നെയാണ് എന്റെ പ്ലാൻ. അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ. വളർന്നു വരുന്ന ഒരു മോളുണ്ട്, ആ മോളുടെ ഭാവിയും ഫ്യൂച്ചറൊക്കെ അവർക്ക് നോക്കണം. അല്ലാണ്ട് അവർക്ക് വേറെ മാർഗമില്ല. ഈ തന്താന്ന് പറഞ്ഞ പരനാറി നോക്കും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം നോക്കാനാണെങ്കിൽ 5 വർഷമായിട്ട് ആ കൊച്ചിന് ഒരു കാര്യം ഈ തെണ്ടി ചെയ്തു കൊടുത്തിട്ടില്ല.
ചെയ്തു കൊടുക്കാനാണ് നേരത്തെ ചെയ്തു കൊടുത്തേനെ. എടാ മീശയെ വെച്ചാണെന്ന് മീശ ഉണ്ടോന്ന് തന്നെ എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അതൊക്കെ വടിച്ചു കളഞ്ഞ് വല്ല സാരി കൊടുത്തിട്ട് റോട്ടിൽ കൂടെ നടക്ക്. ഇതിനേക്കാളും വേദം അതാ. വൃത്തികെട്ടവൻ. വേറൊരു കളവൻ നിന്ന് പറയുന്നുണ്ട്, വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിച്ചു, സ്വഭാവ ദോഷം എന്നൊക്കെ. കഷ്ടം. മണ്ടത്തരം വിഡ്ഢിത്തരമൊക്കെ വിളിച്ചു പറയുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്.